അമ്മയെന്ന സ്ത്രീ. കെ.എസ്.ആർ. മൂർത്തി നിർമ്മിച്ച അമ്മയെന്ന സ്ത്രീ 1970 ഫെബ്രുവരി 19 പ്രദർശനം ആരംഭിച്ചു. കഥ, തിരക്കഥ, സംഭാഷണം കെ.ടി. മുഹമ്മദ്. ഗാനരചന വയലാർ. സംഗീതം എ.എം. രാജ. പാടിയവർ എ.എം. രാജ, യേശുദാസ്, പി. സുശീല, പി.ബി. ശ്രീനിവാസ്, ജിക്കി. അഭിനയിച്ചവർ നസീർ, കെ.ആർ. വിജയ, കെ.പി. ഉമ്മർ, ടി.എസ്. മുത്തയ്യ, അടൂർ ഭാസി, രാഘവൻ, ജയഭാരതി, തിക്കുറിശി, രാഗിണി ബഹദൂർ. ഛായാഗ്രഹണം മെല്ലി ഇറാനി. സംവിധാനം കെ.എസ്. സേതുമാധവൻ. പ്രശസ്ത സംവിധായകൻ കെ.എസ്. തൻ്റെ സഹോദരൻ രാമമൂർത്തിയുടെ പേരിൽ തുടങ്ങിയ ചിത്രാലയ എന്ന നിർമ്മാണ കമ്പനി ആദ്യം നിർമ്മിച്ച ചിത്രമാണ് ഇത്. പ്രമുഖ പിന്നണി ഗായകനായ എ.എം. രാജ സംഗീത സംവിധാനം നിർവഹിച്ച ഒരേ ഒരു മലയാള ചിത്രമാണ് അമ്മ എന്ന സ്ത്രീ. കഥ: ഗിരിജയുടെ അമ്മ മരിച്ചുപോയി. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ അച്ഛൻ ശങ്കുപിള്ള അവളെ വളർത്തുന്നു. അവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന 2 കോളേജ് വിദ്യാർത്ഥികളാണ് ഹരിയും രവിയും. രവിയുമായി ഗിരിജ പ്രണയത്തിലായി. ആ അടുപ്പം അതിരുകൾ ലംഘിച്ചു. കിട്ടുപിള്ള തൻ്റെ അനന്തരവൻ സദാനന്ദൻ്റെ വിവാഹ ആലോചനയുമായി വന്നെങ്കിലും ഗിരിജ ഒഴിഞ്ഞുമാറി. ഒടുവിൽ സദാനന്ദൻ നേരിട്ട് വന്ന് ഗിരിജയോട് വിവാഹ അഭ്യർത്ഥന നടത്തി. അപ്പോഴും അവൾ ഒഴിഞ്ഞുമാറി. ഗിരിജ ആ സമയം ഗർഭിണിയായി കഴിഞ്ഞിരുന്നു. രവിയെ ഗിരിജ കാര്യം അറിയിച്ചു. അമ്മാവനുമായി വന്ന് വിവാഹം നടത്താമെന്നും പറഞ്ഞ് രവി ആ രാത്രി ഹരിയുടെ വാച്ചും പണവും മോഷ്ടിച്ച് സ്ഥലം വിട്ടു. രവി എവിടേക്കാണ് പോയതെന്ന് ആർക്കും അറിയില്ല. മകളുടെ സ്ഥിതി അറിഞ്ഞ് വിഷമിച്ച ശങ്കുപിള്ള സദാനന്ദനുമായി വിവാഹം നടത്താൻ തീരുമാനിക്കുന്നു. ഗിരിജ സദാനന്ദനെ കണ്ട് വിവരമറിയിച്ചപ്പോഴും അയാൾ ധരിച്ചത് തന്നിൽ നിന്ന് ഒഴിയാൻ ഗിരിജ കള്ളം പറയുകയാണ് എന്നാണ്. ഗിരിജ ഗർഭിണിയാണെന്ന കാര്യം കിട്ടുപിള്ള അറിയുന്നു. അയാൾ വിവാഹം മുടക്കി. അപമാനിതനായ ശങ്കുപിള്ള ഹൃദയാഘാതത്താൽ മരിച്ചു. ആത്മഹത്യയ്ക്കൊരുങ്ങിയ ഗിരിജയെ രക്ഷിച്ച ഹരി അവൾക്കൊരു ജീവിതം കൊടുക്കാൻ തയ്യാറായപ്പോൾ അതിന് അയാളുടെ മാതാപിതാക്കളായ ജാനു അമ്മയും ഗോപാലപിള്ളയും എതിർത്തു. എതിർപ്പ് അവഗണിച്ച് ഹരി അവളെ വിവാഹം കഴിച്ചപ്പോൾ വീട്ടിൽ നിന്ന് അവന് ലഭിച്ചിരുന്ന ധനസഹായം ഇല്ലാതാകുകയും മാത്രമല്ല വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. ഹരിയും ഗിരിജയും മറ്റൊരു നാട്ടിലെത്തി. വാടക വീടെടുത്ത് കുടുംബജീവിതം തുടങ്ങി. ഗിരിജ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. ഒരിടവേള കഴിഞ്ഞപ്പോൾ പെൺകുഞ്ഞിനും ജന്മം നൽകി. മാതാപിതാക്കളെ കാണാൻ ഹരി വീട്ടിലെത്തി. അമ്മ സ്വീകരിച്ചെങ്കിലും അച്ഛൻ ഗോപാലപിള്ള മകനെ ആട്ടി ഓടിച്ചു. പുറത്ത് കറങ്ങാൻ പോയ ഹരി തിരിച്ച് വീട്ടിലെത്തിയില്ല. രാഷ്ട്രീയ സംഘട്ടനത്തിനിടയിൽ ഹരി വെടിയേറ്റു മരിച്ചതായി വീട്ടുടമസ്ഥൻ ശ്രീധരൻപിള്ളയിൽ നിന്നും ഗിരിജ അറിയുന്നു. ഗിരിജ ആകെ തകർന്നുപോയി. ദുരഭിമാനം മൂലം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാതെ ഗോപാലപിള്ള അവിടെ തന്നെ സംസ്കരിക്കുന്നു. തൻ്റെ മകനിൽ പിറന്ന മകൾ ലീലയെ അയാൾ എടുത്തുകൊണ്ടു പോകുമ്പോൾ അബോധാവസ്ഥയിലായിരുന്ന ഗിരിജയ്ക്ക് കൂലി എന്ന പോലെ കുറച്ച് പണം നൽകുന്നു. ബോധം വീണ്ടെടുത്ത ഗിരിജ ആ പണം തിരിച്ചേൽപ്പിക്കാൻ തുനിഞ്ഞെങ്കിലും മകളുടെ ഭാവിയോർത്ത് പിന്തിരിഞ്ഞു. മകളെ കൊണ്ടുപോയതിന് പ്രതിഫലം എന്നോണം കിട്ടിയ പണം കൊണ്ട് അവൾ മകൻ ശശിയെ കോളേജിൽ അയച്ച് വിദ്യാഭ്യാസം നൽകുന്നു. അമ്മയെ ദുർനടത്താക്കാരിയായി ശശി സംശയിക്കുന്നു. ഒരു നാൾ ശശിയോടൊപ്പം നടന്നു പോകുമ്പോൾ ഗിരിജ രവിയെ കണ്ടു. മേൽവിലാസം കണ്ടെത്തി ഗിരിജ രവിയുടെ അടുത്തെത്തുമ്പോൾ അയാൾ ഭാര്യയോടും മക്കളോടുമൊത്ത് സന്തോഷമായി ജീവിക്കുന്നത് മനസ്സിലാക്കുന്നു. ഗിരിജയെ കണ്ട രവി അറിയുന്ന ഭാവം പോലും നടിച്ചില്ല. എങ്കിലും ആ രാത്രി അയാൾ ഗിരിജയുടെ വീട്ടിലെത്തി. വേണമെങ്കിൽ തന്നോട് പ്രതികാരം ചെയ്തോളാൻ അറിയിക്കുന്നു. പ്രായപൂർത്തിയായ ശശിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. തൻ്റെ അമ്മയെ നശിപ്പിച്ച ദുഷ്ടനോട് പ്രതികാരം ചെയ്യാൻ ശശി ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ അപ്പോഴേക്കും രവി മരിച്ചു കഴിഞ്ഞിരുന്നു. ലീല വളർന്ന പ്രശസ്തയായ ഗായികയായി. ഒരു വലിയ വേദിയിൽ പാടിക്കൊണ്ടിരുന്ന ലീലയെ ശശി കണ്ടു. അമ്മയുടെ അവകാശം മാത്രമേ വിറ്റിട്ടുള്ളൂ, സഹോദരനെന്ന അവകാശം തനിക്കുണ്ടെന്നും ശശി അവളോട് പറഞ്ഞു.
ആ അവകാശം സ്ഥാപിച്ചെടുക്കാൻ കോടതിയിൽ പോകാൻ ശശി തയ്യാറായി. എതിർപ്പുമായി ഗിരിജ, വാക്കേറ്റമായി. ഒടുവിൽ അമ്മയുടെ കയ്യാൽ മകൻ മരിച്ചു. കൊലക്കുറ്റത്തിന് ഗിരിജയെ അറസ്റ്റ് ചെയ്തു. വക്കീൽ ഗംഭീരമായി വാദിച്ചെങ്കിലും കോടതി ഗിരിജയെ കുറ്റം ചുമത്തി തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു.